പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തില് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തില് സംരക്ഷിക്കണമേ, നീലങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസപിതാവിന്റെ പവിത്ര മേലങ്കിക്കുള്ളില് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയെ വളർത്തിയതുപോലെ ഞങ്ങളുടെ മക്കളെ വളർത്തുവാൻ യോസപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ. സ്വർഗത്തിന്റെ വലിയ പരിപാലനയില് ദൈവകൃപയിലായിരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അതിനായി സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് അതിശക്തമായിട്ട് ഇടപെട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കൃപ നിറഞ്ഞ ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തില് സംരക്ഷണത്തില് നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകമാവിധം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കൾ. ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ സ്വഭാവത്തിലേക്ക്, അവരുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, അവരുടെ കൂട്ടുകെട്ടിലേക്ക്, അവരുടെ ശീലങ്ങളിലേക്ക്, അവരുടെ ചില അടിമത്തങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മൾ കാണുന്ന വലിയൊരു സത്യമാണ് വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മകള്, ഒരു സ്ത്രീ പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം അയച്ചു. ചോദ്യം ഇതാണ്: നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താ പറ്റിയേ? നല്ല നല്ല സൗന്ദര്യമുള്ള, ജോലിയുള്ള, ആരോഗ്യമുള്ള, കഴിവുള്ള, സ്വഭാവമുള്ള മക്കളെ സ്നേഹിക്കുന്നതിന് പകരം വൈകൃതങ്ങൾ നിറഞ്ഞ ഈ തല്ലിപ്പൊളികളെ സ്നേഹിക്കണം എന്തുകൊണ്ടെന്ന് ചോദ്യമുണ്ട്. വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കളായി പോകുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ കടന്നു വന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടി നമ്മൾ പേപ്പറിൽ വായിച്ചു. ആ ചെറുക്കൻ അവൻ പീഡന കേസിലെ പ്രതിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. കേസുണ്ടായിട്ടുണ്ട്, പോലീസ് കേസുണ്ട്. ഡ്രഗ് അഡിക്റ്റ് ആണ്, പല പല സ്വഭാവങ്ങൾ അറിയാം. ആ കൂട്ടുകാരി ഇന്റർവ്യൂ കണ്ടില്ലേ? അവള് പറഞ്ഞു ഇങ്ങനെ കുറെ സ്വഭാവങ്ങളുണ്ടെന്ന് ഈ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹങ്ങൾ, ലവ് ജിഹാദ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവങ്ങള്, സംഭവങ്ങള് ഒത്തിരിയേറെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതെല്ലാമായിട്ടും ഈ പെൺകുട്ടി ഈ വൈകൃതത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ അവന്റെ വീട്ടിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതൊന്നൊന്നുമല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളും സംഭവങ്ങളും ആത്മഹത്യകളും നശിപ്പിക്കലുകളും അതോടൊപ്പം തന്നെ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കേസുകളും എന്തുമാത്രം ഈ ഒരു തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതെല്ലാമായിട്ടും ഈ വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കള്, സിനിമയിലും വയലൻസിനെ സ്നേഹിക്കുന്ന മക്കള്, അല്ലെങ്കിൽ വൃത്തികെട്ട വികൃതമായ രൂപങ്ങൾ, മുടിയൊക്കെ നീട്ടി പച്ചയൊക്കെ കുത്തി, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന, തോന്നിവാസം നടക്കുന്ന ഒരു വലിയൊരു എന്താ പറയാ ബൈക്ക് ഡ്യൂക്കോ, ഇങ്ങനെ ബൈക്കിലൊക്കെ കയറി ചുറ്റി നടക്കുന്ന ഇവന്മാരെയൊക്കെ ഹരമായി കണ്ട് സ്നേഹിക്കുന്ന, വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കള്. ഞാൻ ഈ ഗുണ്ടാ സംഘത്തിന്റെയൊക്കെ ഇടയിൽ ഇടപെട്ട സമയത്ത് ഇവന്മാര് പറയും, അച്ഛാ നമ്മുടെ പെൺകുട്ടികളെ ഞങ്ങളെ ഭയങ്കര ഹരമാണ്. കൊലപാതകികളായ, ഗുണ്ടകളായ, തല്ലിപ്പൊടികളായ ഇങ്ങനെയുള്ള മക്കളെ സ്നേഹിക്കുന്ന, വൈകൃതങ്ങളെ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പൈശാചിക ബന്ധനമാണ്. നമ്മൾ ചിലപ്പോ എന്ത് കണ്ടിട്ട് ഇവനെന്ത് കോലുണ്ട്. ചില കോലം കെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ അറയ്ക്കുന്ന, കാർക്കിച്ച് തുപ്പുന്ന രൂപമുള്ളവരെ വലിയ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കള്, നല്ല സ്വഭാവമുള്ള, നല്ല കുടുംബത്തിൽ പറഞ്ഞ, നല്ല സൗന്ദര്യമുള്ള, നല്ല സാധ്യതയുള്ള, പഠിക്കാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒത്തിരി മക്കള് ഈ വൈകൃതങ്ങൾ സ്നേഹിച്ച് പിന്നെ അതുപോലെ വയലൻസ് ആയിട്ട് നടക്കുന്നവര്, പച്ചകുത്തി നടക്കുന്നവര്, കോലം കെട്ടി നടക്കുന്നവര്, ഇവരൊക്കെ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന, അനുകരിക്കുന്ന, അതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന, ഇതെല്ലാം അറിഞ്ഞിട്ടും
ഞാനിവിടെ ധ്യാനത്തിൽ വരുന്ന പല മക്കളെ നിനക്കറിയാമോ? എനിക്കറിയാം അച്ഛാ, എനിക്കറിയാം അവൻ അങ്ങനെയാന്ന് എനിക്കറിയാമോ. ചില കേസുകളൊക്കെ ഒത്തിരി എന്താ പറയുക, തെറ്റായ സ്നേഹബന്ധം, ലൗകികാത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളിലും അറിയാം. അത് അവന്റെ സ്വഭാവം അറിയാം. വീട്ടുകാരന്വേഷിച്ചു, തല്ലിപ്പൊളി ഉണ്ടാ, അല്ലെങ്കിൽ ജോലിയില്ല, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇതെല്ലാം അറിയാം, എനിക്കറിയാം അച്ഛാ. പക്ഷെ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മൂലം അവൻ രക്ഷപ്പെട്ടാലോ? പൈശാചികമായ അടിമത്വത്തില് നമ്മുടെ അനേക മക്കള് വൈകൃതങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നശിച്ച് അടങ്ങിപ്പോയ ഒത്തിരി അനുഭവങ്ങളും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൃപ നിറഞ്ഞ, നന്മ നിറഞ്ഞ, ഇന്ന് നന്മയൊന്നും ഒത്തിരി മക്കൾക്ക് വേണ്ട, കൃപയുള്ളവരൊന്നും ആർക്കും വേണ്ട, സൽസ്വഭാവികൾ ആർക്കും വേണ്ട. കുറെ തല്ലിപ്പൊളികളും ഇങ്ങനെയുള്ള ലോകാരൂപിക്ക് അടിമപ്പെട്ട് അങ്ങോട്ട് പോകാ, കറങ്ങാൻ പോവാ, ഹോം സ്റ്റേ പോവാ, അതുമായിട്ട് വികൃതമായ ഡ്രസ്സുകള്, ഡ്രസ് കോഡുകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവങ്ങള്, ഇതൊക്കെ വലിയ വിലമതിച്ച് സംതിങ് ആക്കി അതിനെ പ്രൊജക്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് പല പല മീഡിയ, സിനിമകള്, ഇതിന്റെയൊക്കെ പിന്നാലെ അടിച്ചു പൊളിച്ച് സ്നേഹിച്ചും പ്രേമിച്ചും ജീവിതം അടിമപ്പെടുത്തിയും നശിപ്പിച്ചും പോകുന്ന അനേക മക്കള്, വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കൾ. ഈ ഒരു വിഷയത്തില് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം മക്കളെ. ഇതൊരു പൈശാചികമായ ബന്ധനമാണ്, ഒരു പൈശാചികമായ വശീകരണമാണ്. വൈകൃതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന മക്കൾ പിശാചിനാൽ മാത്രം നയിക്കപ്പെടുന്ന മക്കളാണ്. അവർക്ക് പ്രാർത്ഥന, ദൈവം, കൂദാശ, പള്ളി പോണവരോട് പുച്ഛം, കൂദാശ സ്വീകരിക്കുന്നവർ പുച്ഛം, കുടുംബത്തെ മാതാപിതാക്കൾ അനുസരിക്കുന്നവരോട് പുച്ഛം, ഇതിനെയൊക്കെ എതിരിടാനും കുടുംബത്തിൽ നകന്നു പോകാനും തോന്നിമിറങ്ങി പോകാനും കാർന്നവരനുസരിക്കാതിരിക്കാനും കൂട്ടുകാരെ പറഞ്ഞ് കേൾക്കാനും ഇങ്ങനെയുള്ള വൈകൃതങ്ങളായിട്ടുള്ള സ്വഭാവത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോകുന്ന അനേക മക്കൾ. പറഞ്ഞ തീരാത്തത്ര സംഭവങ്ങളും അനുഭവങ്ങളും ഹൃദയത്തിൽ വേറിക്കൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ അനേക മക്കൾ പങ്കുവച്ചു. അതുകൊണ്ട് വൈകൃതങ്ങളിൽ പെട്ടുപോയ മക്കളെ പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും പ്രത്യേകമായ മാധ്യസ്ഥത്തില് നന്മയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും അനുസരണത്തിലും വിധേയത്വത്തിലും കൃപയിലും നിറയപ്പെട്ട ഒരു അഭിഷേകത്തില് നിറയപ്പെടാനും അതിനെ സ്നേഹിക്കാനും അത് ആഗ്രഹിക്കാനും അതിനുവേണ്ടി ജീവിക്കാനുമുള്ള വലിയ മനസ്സ് നമ്മുടെ മക്കൾക്ക് വേണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. വൈകൃതങ്ങളെ സ്നേഹിച്ച് അതിന്റെ പിന്നാലെ പോയി നശിച്ച് ആത്മഹത്യ ചെയ്ത് ജീവിതം തന്നെ പാഴായി, പഠനം മുടങ്ങി, കുടുംബത്തിന് ശാപമായി. ഇന്നലെ ഒരു അമ്മച്ചു പറയാ, എന്റെ മോൻ കാരണം, അമ്മച്ചു ടീച്ചറാണ്, മോൻ ഡ്രഗ് അഡിക്റ്റ്, തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, നാട്ടിൽ മുഴുവൻ പാട്ടാണ്, ഡ്രഗ്, അവന് കച്ചവടമുണ്ട്. ഈ മോനെ ഓർത്തിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തില് ഒത്തിരിയേറെ തകർന്നു പോയ ഒരു കുടുംബം. ഈ മക്കളെ, ഈ വൈകൃതങ്ങള്, കൂട്ടുകാര്, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അതിൽ നശിച്ചു പോകുന്ന മക്കൾ, എത്രയോ മക്കളുടെ അനുഭവങ്ങള്, സംഭവങ്ങള് നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, വൈകൃതങ്ങളെ സ്നേഹിക്കാതെ നന്മയെ സ്നേഹിച്ച് അങ്ങയുടെ മക്കളെ പോലെ കൃപയുടെ മക്കളായി ഞങ്ങളുടെ മക്കൾ കുടുംബത്തെ, പാരമ്പര്യത്തെ, തലമുറയെ, സഭയെ, വചനത്തെ, ഉദാശകളെ സ്വീകരിച്ച് നല്ല മക്കളെ ജീവിക്കാനിടയാകട്ടെ. ഈ വൈകൃതങ്ങളെയും വികൃതരായവരെയും പൈശാചികമാണെന്ന് ഇന്ന് പലവട്ടം തെളിയിച്ച ഈ പൈശാചിക ലൗകികാത് പോലെയുള്ള പല പല സംഭവങ്ങള് സങ്കടം വരുവാ. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ പറഞ്ഞിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും സംഭവിച്ചിട്ടും ഇതെല്ലാം മനസ്സിലാക്കാതെ പോകുന്ന വിധത്തിൽ വൈകൃതങ്ങളുടെ പിന്നാലെ, നാശത്തിന്റെ പിന്നാലെ, പിശാചിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന മക്കള്. പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒത്തിരി മക്കളെ ഈ ഉപദേശിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, കൗൺസിലിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഞങ്ങൾക്കറിയാം, എന്റെ ചേട്ടൻ അങ്ങനെയൊന്നുമില്ല, പിന്നെ അവനെങ്ങനെയാന്ന് വെച്ചോണ്ട് ഞാൻ മൂലം അവൻ മാനസാന്തരപ്പെടും. പിന്നെ മാനസാന്തരപ്പെടും, പിന്നെ കുറെ നാളെ കാണുമ്പോ എണ്ണിപ്പറക്കിൽ കരച്ചില്ല. പാവപ്പെട്ട മക്കള് ഈ വൈകൃതങ്ങളോടുള്ള എന്തോ ഒരു ആസക്തി പിശാച് അനേകം മക്കളിൽ ജനിപ്പിക്കും. അതുകൊണ്ട് നമുക്കിന്ന് ആരാധനയില് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില്, യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തില്, വിശുദ്ധരുടെ മധ്യസ്ഥത്തില് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് വൈകൃതങ്ങളെ പ്രേമിച്ച്, വൈകൃതങ്ങളെ സ്നേഹിച്ച് അതിന്റെ പിന്നാലെ പോയി നശിച്ചു പോകാതെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാന സന്നിധിയില് നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ,
പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും പ്രത്യേകമായ മാധ്യസ്ഥത്തില് ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവമക്കളെ, കുഞ്ഞുമക്കളെ, ഈ കൂട്ടായ്മയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് വൈകൃതങ്ങളെ സ്നേഹിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, അതിലേക്ക് നയിക്കുന്ന വശീകരണ ശക്തികളെ, അന്ധകാര ശക്തികളെ, അതിലേക്കുള്ള താല്പര്യങ്ങളെ ഈശോയെ അവിടുത്തെ നാമത്തിന്റെ ശക്തിയില്, തിരുരക്തത്തിന്റെ ശക്തിയില്, കുരിശുമരണ ശക്തിയില് നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ വശീകരിക്കപ്പെട്ട് വൈകൃതങ്ങളിലേക്ക് പോകാതിരിക്കാൻ കർത്താവെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റിലേക്ക് പോകുന്ന മക്കള്, പൈശാചികമാണെന്ന് അറിഞ്ഞിട്ടും പൈശാചികതയെ സ്നേഹിക്കുന്ന മക്കള്, വൈകൃതമാണെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാമായിരുന്നിട്ടും അവൻ അങ്ങനെയാണ് ഇവളെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ പിന്നാലെ മനസ്സ് വച്ച് അറിഞ്ഞുകൊണ്ട് പോകുന്ന മക്കള്, കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഇതുപോലെ നശിച്ചു പോകുന്നത് കാണുമ്പോ ഒത്തിരിയേറെ വേദനയുണ്ട്. കർത്താവേ, അപകടങ്ങളെ തിരിച്ചറിയാനുള്ള, വൈകൃതങ്ങളെ തിരിച്ചറിയാനുള്ള, നാശത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകൾ തിരിച്ചറിയാനുള്ള വലിയ വകതിരിവ്, ദൈവിക ജ്ഞാനം, ബോധജ്ഞാനം, അങ്ങയുടെ വലിയ പ്രകാശം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് ദിവ്യ കാരുണ്യ ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകൃതങ്ങളെ സ്നേഹിച്ച് പെട്ടുപോയ മക്കള്, ലൗകികാതില്, തെറ്റായ സ്നേഹബന്ധത്തില്, ലഹരിക്കടിമപ്പെട്ട് മ്ലേച്ഛമായ കൂട്ടുകെട്ട്, വൈകൃതങ്ങളായിട്ടുള്ള പച്ചകുത്തി, വൃത്തികെട്ട മുടി അല്ലെങ്കിൽ വൃത്തികെട്ട ശരീരം, വൃത്തികെട്ട ഡ്രസ്, അതൊക്കെ വൈകൃതങ്ങളാണെന്ന് ഒറ്റനോട്ടത്തില് അറയ്ക്കുന്ന അവസ്ഥയാണെന്ന് തിരിച്ചറിയാമായിരുന്നിട്ടും അത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം അതിനെ സ്നേഹിക്കുന്ന മക്കള്, കർത്താവേ ഞങ്ങളുടെ മക്കള് നന്മയെ സ്നേഹിക്കട്ടെ, ഞങ്ങളുടെ മക്കള് വിശുദ്ധിയെ സ്നേഹിക്കട്ടെ, ഞങ്ങളുടെ മക്കള് ഐശ്വര്യത്തിൽ ജീവിക്കട്ടെ. ചീഞ്ഞ് അളിഞ്ഞ് വൈകൃതങ്ങളായിട്ട് ജീവിച്ച് നശിച്ച് അടങ്ങി ഒടുങ്ങി പോകാൻ കർത്താവേ അങ്ങ് രക്തത്താൽ വീണ്ടെടുത്ത മക്കളെ ഒരിക്കലും അങ്ങ് അനുവദിക്കല്ലേ. അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ. എല്ലാ മക്കളും നിങ്ങളുടെ മക്കളെ ദൈവികാന്വേഷണ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് ഈശോയോട് പറ, ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഞങ്ങളുടെ മക്കളെ, അങ്ങയുടെ മക്കളെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ. ബുദ്ധിയെ കഴുകണമേ, മനസ്സിനെ കഴുകണമേ, ചിന്തകളെ കഴുകണമേ, വികാരങ്ങളെ കഴുകണമേ, അവിടെ ചിന്താഗതികളെ കഴുകണമേ. നന്മയെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറ്റണമേ. വൈകൃതങ്ങൾ തിരിച്ചറിയാൻ, അതിന് ഓടി അകലാൻ കർത്താവേ, യുവസഹജമായ മോഹങ്ങള് വൈകൃതങ്ങളാണ്, അതിന് ഓടി അകലാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം, ശക്തിപ്പെടുത്തണം. അങ്ങനെ പെട്ടുപോയ അനേകം മക്കളുണ്ട് കർത്താവേ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നൊരു വിടുതൽ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ ചേരാതിരിക്കാനുള്ള കൃപ നൽകണമേ. പെട്ടുപോയ മക്കളെ മോചിപ്പിക്കണമേ കർത്താവേ. അവരുടെ തെറ്റായ ചിന്താഗതികള് സിനിമയെ കണ്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അല്ലെങ്കിൽ മീഡിയയിൽ കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകാരെ കണ്ടു, അത് കണ്ട് വശീകരിക്കപ്പെട്ട് വൈകൃതങ്ങളിലേക്ക് പോകാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക്, ദൈവിക ചൈതന്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ മക്കളെയും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട്, ഒപ്പം ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ മക്കൾ ജീവിക്കേണ്ടത് എങ്ങനെയാ? ദേവാലയമാകുന്ന ശരീരത്തെ വിശുദ്ധിയിലും ചൈതന്യത്തിലും കാത്തു സൂക്ഷിക്കണം. വൈകൃതമായ മ്ലേച്ഛതയിലേക്ക്, അശുദ്ധിയിലേക്കൊന്നും പോകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ക്രൈസ്തവ മക്കള് വൈകൃതങ്ങളിലേക്ക് പോകാതെ അഭിഷേകത്തോടെ, വിമാനത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി കൂടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം
തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഓ ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് സത്യം തിരിച്ചറിഞ്ഞ് ബുദ്ധിയോടെ ബോധപൂർവം വൈകൃതങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൽ പെടാതെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപയായി ആ അനുഗ്രഹമായി ഞങ്ങളിലെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച കൃപ സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വൈകൃതങ്ങളിൽ പെടാതെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. വൈകൃതങ്ങളിൽ പെട്ട് അതിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് യഥാർത്ഥമായ ബുദ്ധിയും വെളിവും പ്രകാശവും നൽകി അതിൽ നിന്നൊക്കെ അങ്ങയുടെ പരിശുദ്ധിയിലേക്കും നന്മയിലേക്കും തിരിച്ചു കൊണ്ടുവരണമേ.